വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ചാപ്റ്റർ 58. നമ്മൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. വാട്ട്സ് വാട്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. വാട്ട്, വെൻ, ഹൗ, വിച്ച്, വെയർ, ഹൂ ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ ക്വസ്റ്റ്യനിങ് ആയിട്ട് മാത്രമല്ല പല രീതിയിൽ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ജനറലായിട്ട് പറഞ്ഞു പോയത്. നമ്മളിനി ചാപ്റ്ററിലേക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ ജനറൽ ഇൻട്രഡക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ വേർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ നൗ വി ആർ ഡയറക്ട്ലി മൂവിങ് ഓൺ ടു ദ ടെക്സ്റ്റുവൽ ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് വൈസ് പഠിച്ചു പോവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. വാട്ട്സ് വാട്ട്? An old rhyme comes to my mind in a slight mutilated form. I am afraid. There are my servants, smart and rare. They brought me all I knew. Their names are what and which and where and why and who and how. ഇതൊരു ചെറിയൊരു പഴയ പോയമാണ്. അതിൻ്റെ മീനിങ് നിങ്ങൾ നോക്കിയേ. എനിക്ക് കുറച്ച് സെർവൻസ് ഉണ്ട്. അവർ സ്മാർട്ടാണ്, വളരെ റെയറാണ്. എനിക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇവരാണ് കൊണ്ടുതരുന്നത്. ഏതാണ് ആ സെർവൻസ്? ഈ വേർഡ്സായ വോട്ട്, വിച്ച്, വെയർ, എവിടെ, വൈ എന്തുകൊണ്ട്, ഹൂ ആര്, ഹൗ എങ്ങനെ, വോട്ട് എന്ത്, വിച്ചും എന്തെന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന വേർഡ്സ് എല്ലാം ഈ ഒരു റൈറ്ററിൻ്റെ സെർവൻസാണ് അല്ലേ. നമ്മൾ ആലോചിക്കുക, നമ്മൾക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുതരുന്ന നമ്മളൊരു സെർവൻസ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട നെസസറി ഡീറ്റെയിൽസ് എല്ലാം തരുന്നത് എന്താണ്? ഇവരാണ്. Though you might claim them to be your servants, you should possess a thorough understanding of them before they consent to serve you. നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് അയാളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞു വെക്കണം. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന വേർഡ്സിനെല്ലാം നമ്മൾ നമ്മുടെ ജോലിക്കാരായിട്ട് നമുക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന വേർഡ്സ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ യൂസേജസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അതാണ് മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ്. വി ഹാഡ് എ ലുക്ക് അറ്റ് സം ഓഫ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററായ ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസിൽ ഇതിനെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയായിരുന്നു. നൗ ലെറ്റ് us വ്യൂ them ക്ലോസ്ലി. ഇപ്പം നമുക്കതിനെ കുറച്ച് ക്ലോസ് ആയിട്ട് പഠിക്കാം. Most students might regard them as question words pure and see. If someone asks you, what are these words? What is what? അല്ലെങ്കിൽ what is which? What is how they are used? അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൻസർ എന്ന് വെച്ചാൽ they are ക്വസ്റ്റ്യനിങ് വേർഡ്സ് ആണ്. നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വച്ചിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സാണ് ഇതെല്ലാം എന്നുള്ളത്. സോ ക്വസ്റ്റ്യനിങ് വേർഡ്സ് ആയിട്ടാണ് നമ്മളിതിനെ കൂടുതലായിട്ടും കാണുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദെയർ പ്രൈമറി ഫങ്ഷൻ ഈസ് ടു ഫോം ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഈ സെൻറ്റൻസസിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇതിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതല്ലാതെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഹാവ് എ വൈഡ് വെറൈറ്റി ഓഫ് വാട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഹാപ്പൻഡ് ബിറ്റ്വീൻ യു ആൻഡ് ടോം? വാട്ട് ഡിഡ് യു കോൾ ഹിം? വാട്ട് നെയിം ഡിഡ് യു കോൾ ഹിം? യു ഹാവ് ഓൾറെഡി ലോസ്റ്റ് വാട്ട് ലിറ്റിൽ റെപ്യൂട്ടേഷൻ യു ഹാഡ്. നോബഡി നോസ് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. What a fool you are. What you are justifying your conduct. All these sentences show different sort of meanings for what. അത് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ തന്നെ യു ആർ പ്രൊഫഷണൽ ഇൻ ലാംഗ്വേജ് എന്നാണ്. എല്ലാത്തിനും ഒരേ അർത്ഥമല്ല. വാട്ട് ഹാപ്പൻഡ് ബിറ്റ്വീൻ യു ആൻഡ് ടോം? നീയും ടോമിൽ തമ്മിൽ എന്താണ്? അതെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. വാട്ട് ഹാപ്പൻഡ് ബിറ്റ്വീൻ യു ആൻഡ് ടോം, അത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. ക്ലിയർ ആണ്. അടുത്ത് നോക്കിയേ, വാട്ട് ഡിഡ് യു കോൾ ഹിം? നീ എന്താണ് അവനെ വിളിച്ചത്? ഇതെന്താണ് ആക്ച്വലി? ഇത് ഇൻട്രോഗേറ്റീവ് അഡ്വർബാണ്. നമ്മൾ പറഞ്ഞു പോയതാണ്. അഡ്വർബായിട്ടാണ് ഇതിനകത്തെ ബി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻട്രോഗേറ്റീവ് വാട്ട് ഡിഡ് യു കോൾ ഹിം, എന്താണ് വിളിച്ചതെന്നാണ്. അപ്പോൾ ആക്ച്വലി അത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിനകത്ത് സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തേതിനകത്ത് ഒബ്ജക്റ്റിനാണ് അവനെ എന്ത് വിളിച്ചു എന്നുള്ളതല്ല, അവനെ വിളിച്ച പേരെന്താണ് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ രണ്ടാമത്തേത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ആദ്യത്തേത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നൗ സീ ദ നെക്സ്റ്റ്.
I mean, what name did you call him? See here is acting as an interrogative adjective. നെയിം എന്നുള്ളതിനെ വിശേഷിപ്പിച്ച് പറയുകയാണ് എന്ത് പേര് എന്ത് പേര്. അപ്പോൾ അതൊരു എന്താണ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവാണ്, ക്ലിയർ ആണ്. അടുത്ത നോക്കിയേ ഡി. ഹിയർ യു ഹാവ് ഓൾറെഡി ലോസ്റ്റ് വാട്ട് ലിറ്റിൽ റെപ്യൂട്ടേഷൻ യു ഹാവ്. ഉള്ളതെന്താണോ അത്. അപ്പോൾ അതെന്താണ്, ഒരു ഡിറ്റർമൈനർ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണോ അത്, അതുകൊണ്ടാണ് എന്ത് കാര്യമാണെന്നുള്ളത് പറയുന്നത്. ഇനി ഈ എന്ന് പറയുമ്പോൾ നോക്കിയാൽ നോബഡി നോസ് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. ഈ പ്രോനൗണാണ്. ആർക്കും അറിയില്ല അടുത്ത എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ആർക്കും അറിയില്ലാത്ത കാര്യം എന്താണ്, നോബഡി നോസ് എന്നുള്ളതിനെ വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രോനൗണാണ് വാട്ട് എന്ന് പറയുന്നത്. ഇനി എഫ് നോക്കിയാൽ വാട്ട് എ ഫൂൾ യു ആർ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഡിറ്റർമൈനർ തന്നെയാണ് നീ എന്തൊരു മണ്ടനാണ് എന്ന് പറയുന്നത്. ഇനി അടുത്തതോ ഈസിയാണ്, ഇൻ്റർജെക്ഷനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വാവ്, സൂപ്പർ, ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഓരോ എക്സ്പ്രഷൻസിനാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ജി എന്ന് പറയുന്നത് വാട്ട് യു ആർ ജസ്റ്റിഫൈങ് യുവർ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു തന്നെ അത്ഭുതം കാണിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഇൻ്റർജെക്ഷനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വാട്ട് എന്നുള്ള വേർഡ് തന്നെ എത്രമാത്രം ഡിഫറൻസോടു കൂടിയാണ് നമ്മൾ പല രീതിയിൽ പലയിടത്ത് യൂസ് ചെയ്യുന്നത്. ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വിത്തൗട്ട് ഹെൽപ്പ് ഫ്രം എനിബഡി that each word in the above sentence is a different word, you are really proficient in the language. In A, it is an interrogative pronoun. That is, pronoun used in a question to ask to specify one or more things people. ഒരു കാര്യത്തെക്കുറിച്ച് ഊന്നൽ കൊടുത്ത് ചോദിക്കുകയാണ്, pronoun ആണ്. ഇനി what is an interrogative pronoun in B also. ബിയിലും അതൊരു interrogative pronoun ആണ്. പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഡിഫറൻസ്. ഫസ്റ്റ് വണ്ണിൽ സബ്ജക്റ്റ് ആണ്, സെക്കൻഡ് വണ്ണിൽ ഒബ്ജക്റ്റ് ആണ്. Now in the C, Cയിൽ it is an interrogative adjective ആണ്. Dയിൽ determiner ആണ് and means the thing or things that. Then in E it is a pronoun. Eയിൽ എന്താണ്, അതൊരു pronoun ആണ്. And in F it is a determiner and in G it is an interjection. Okay, now moving on. Now ഇപ്പോൾ നമ്മൾ what ആണ് പഠിച്ചത്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, which. Now consider another set of sentences, this time with which. ഇതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണെന്ന് നോക്കിക്കോണം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ്. ഏതാണ് നിൻ്റെ ഫേവറേറ്റ് ഡിഷ്. ഐ സെഡ് വിച്ച് ഡിഷ് യു വുഡ് ലൈക്ക് ടു ഹാവ്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ദ ഡിഷ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു മീ. അതൊരു റിലേറ്റീവ് ആയിട്ടാണ് അവിടെ വരുന്നത്. യു വിൽ ഫിനിഷ് യുവർ ഡിന്നർ ഓൺലി ബൈ 2 o'clock. ബൈ വിച്ച് ടൈം ഓൾ യുവർ ഫ്രണ്ട്സ് വുഡ് ഹാവ് ലെഫ്റ്റ്. ബൈ വിച്ച് ടൈം. ഹിയർ വിച്ച് ഈസ് വെരി മച്ച് ലൈക്ക് വാട്ട്. ഒരു കാര്യം ഓർത്തിരുന്നോണം, വിച്ചും വാട്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചോയ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കുമ്പോഴാണ്. അതായത് ഒന്നോ രണ്ടോ കാര്യങ്ങളോ ചോയ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് നമ്മൾ വിച്ച് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതേസമയം വാട്ട് യൂസ് ചെയ്യുന്നത് വെൻ യു ഹാവ് എ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ചോയ്സസ്. പല ചോയ്സസ് ഉണ്ടെങ്കിലാണ് നമ്മൾ വാട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വിച്ച് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു വാട്ട്. ഇനി എയിൽ നോക്കിയാൽ അതൊരു ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. ഏതാണ് നിൻ്റെ ഫേവറേറ്റ് ഡിഷ്. അപ്പോൾ അതൊരു വേർബിന് പകരമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, പ്രൊനൗണിന് പകരമായിട്ടാണ് വന്നത്. ഇനി ബിയിലോ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. കാരണം വിച്ച് ഡിഷ്, ഡിഷിനെ എന്നാണ് പറഞ്ഞ് വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഐ സെഡ് വിച്ച് ഡിഷ്, ഏത് ഡിഷ്. ഇനി ദെൻ ഇൻ സി ഇറ്റ് ഈസ് എ റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് സെൻറ്റൻസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് റിലേറ്റീവ്. അത് പ്രോനൗൺ ആകാം, അഡ്ജക്റ്റീവ് ആകാം, അഡ്വർബ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇവിടെ പ്രോനൗൺ വരാൻ കാരണം ഐ ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഡിഷ്, അതൊരു നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിച്ച് എന്നുള്ളത് പ്രോനൗൺ വരുന്നത്, എൻ്റെ അടുത്തുള്ളത്. വിച്ച് ഈസ് നിയറസ്റ്റ് ടു മീ. അപ്പം ദ ഡിഷ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു മീ എന്ന് പറയുന്നതിന് പകരമാണ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ദ ഡിഷ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു മീ എന്ന് പറയുന്നത്. ഹിയർ വിച്ച് ഈസ് ആക്ടിങ് ആസ് എ റിലേറ്റീവ് പ്രോനൗൺ. ആൻഡ് ഇൻ ഡിക്കകത്തത് റിലേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വൺ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ആൻഡ് വിച്ച് ഈസ് ദാറ്റ് ദ ലാറ്റർ, that is which, is used when a limited choice. ഒരു ലിമിറ്റഡ് ചോയ്സ്. വിച്ച് ഇന്ത്യൻ എക്കണോമിസ്റ്റ് വാസ് awarded Nobel Prize. നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യൻ എക്കണോമിസ്റ്റുകൾ വളരെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേതാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, അതൊരു സ്പെസിഫൈ ചെയ്താണ്, നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. പക്ഷേ വോട്ട് വന്നപ്പോൾ നോക്കി, വാട്ട് റൈറ്റേഴ്സ് ഡു യു ലൈക്ക്. പലതരം റൈറ്റേഴ്സ് ഉണ്ട്, പല ലാംഗ്വേജ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്കറിയാം, അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പം വാട്ട് റൈറ്റേഴ്സ് ഡു യു ലൈക്ക്. ഹിയർ വാട്ട് ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ
What is giving a word is used because it has got a number of choices. ലിമിറ്റഡ് ആണെങ്കിൽ വിച്ചും, നമ്പർ ഓഫ് ചോയ്സ് ആണെങ്കിൽ വോട്ടും. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് വിച്ച് ക്യാൻ ബി ഫോളോ, വിച്ച് കഴിഞ്ഞ് നമ്മൾ ഓഫ് യൂസ് ചെയ്യുന്നുള്ളത് ശ്രദ്ധിച്ചോണം. മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ പ്ലേ ഉണ്ട്. ആ പ്ലേയിൽ മാക്ബത്ത് എന്ന് പറയുന്ന ആൾ സൈന്യാധിപനായിരുന്നു. ബാങ്കോ എന്ന് പറയുന്ന കിങ്ങിനെ കൊന്ന രാജാവായ ആളാണ് മാക്ബത്ത്. അപ്പോൾ അതിനകത്ത് ബാങ്ക്വറ്റ് സീൻ എന്ന് പറഞ്ഞൊരു സീനുണ്ട്. ഇൻ ബാങ്ക്വറ്റ് സീൻ മാക്ബത്ത് ക്രൈസ് ഔട്ട് ഓൺ സീ. അതിൽ ബാങ്കോ എന്ന് പറയുന്ന ഒരു മാക്ബത്തിൻ്റെ കൂടെ തന്നെയുള്ള ഒരു സൈന്യാധിപനായിരുന്നു. അയാളെ മാക്ബത്ത് കൊല്ലുവാണ്. അപ്പോൾ അയാളുടെ ഗോസ്റ്റിനെ കാണുന്ന സീനാണ് ബാങ്ക്വറ്റ് സീന്. ഇപ്പോൾ ബാങ്ക്വറ്റ് സീനിൽ വെച്ച് മാക്ബത്ത് കരയുന്നുണ്ട്. എന്താ കരയുന്നത്? പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. വിച്ച് ഓഫ് യു ഹാവ് ഡൺ ദിസ് സി. അപ്പോൾ വിച്ചിൻ്റെ കൂടെ നമുക്ക് ഓഫ് യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വോട്ട് നോക്കി, വിച്ച് നോക്കി. നൗ വി ആർ മൂവിങ് ഓൺ ടു വെയർ. വെയർ ആണ് ഇനി യൂസ് ചെയ്യുന്നത് നോക്കുന്നത്. വെയർ ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് അഡ്വർബ്. ക്ലിയർ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻട്രോഗേറ്റീവ് അഡ്വർബ് ആണെന്ന്. ആൻഡ് ഇറ്റ് മീൻസ് ടു ഓർ അറ്റ് വാട്ട് പ്ലേസ്. ഏത് സ്ഥലം. വെയർ നമ്മൾ വെയർ യൂസ് ചെയ്യുന്നത് ഏത് സ്ഥലം എന്നുള്ളതാണ്. വെയർ ഡിഡ് യു ഗോ, എവിടെ പോയി. വെയർ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻഡ് കണക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. എങ്ങനെയാണെന്ന് നോക്കി. ഇസ്രായേൽ ഇസ് വൺ ഓഫ് ദോസ് കൺട്രീസ് വെയർ പീപ്പിൾ ഡ്രൈവ് ഓൺ ദ റൈറ്റ്. അപ്പോൾ രണ്ട് സെൻറ്റൻസിനെ തമ്മിൽ അഡ്വർബായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് റിലേറ്റീവ് അഡ്വർബായിട്ട് ഉപയോഗിക്കാം. ഇനി കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാം. വെയർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ കൺജങ്ഷൻ ഓൾസോ ആസ് ഇൻ ദ സെൻറ്റൻസ്. വെയർ ദെയർ ഈസ് ലെസർ ഫോർ ഫിക്ഷൻ ദെയർ ഈസ് ലിറ്റിൽ ഗ്രീഫ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് വേർഡാണ്. അത് ആക്ച്വലി സെൻട്രൽ തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല, സ്റ്റാർട്ടിങ്ങിൽ വരാം. ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഓർത്താൽ മതി. വെയർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ, അല്ലെങ്കിൽ വെയർ എവർ യു ഗോ ഐ വിൽ ഫോളോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വെയർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ. എവിടെയാണോ വിൽ പവർ ഉള്ളത് അവിടെ അതിനുള്ള വഴിയുമുണ്ട്. അപ്പോൾ വെയറാണ് അവിടെ ആക്ച്വലി ഒരു കൺജങ്ഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. ആസ് എ കൺജങ്ഷൻ വെയർ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് എ നൗൺ ക്ലോസ്, ആൻ അഡ്വർബിയൽ ക്ലോസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ്. ഏത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. ഐ വിൽ ടെൽ യു വെയർ യു ക്യാൻ ഫൈൻഡ് മോർ ഇൻഫർമേഷൻ ഓൺ ദ സബ്ജക്റ്റ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവ് എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ പറയാം. ഐ വിൽ ടെൽ യു. ഇനി ടേക്ക് എ ലെഫ്റ്റ് വെയർ ദ റോഡ് ഡിവൈഡ്സ്. എവിടെയാണോ റോഡ് ഡിവൈഡ് ചെയ്യുന്നത് അവിടെ ലെഫ്റ്റ് എടുക്കണം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ നൗണാണ്, ആദ്യത്തേത് നൗണാണ്, നൗൺ ക്ലോസ് ആണ്. രണ്ടാമത്തേത് അഡ്വർബ് ക്ലോസ് ആണ്. മൂന്നാമത്തേത് നോക്കിയേ. ദെയർ ഈസ് ആൻ ഐലൻഡ് ഇൻ ദ റിവർ where migratory birds flock. So that is actually an adjective. Adjective ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. In terms of the output of knowledge, I think why is more important than it compares. It is an interrogative adverb as well as a relative adverb. See, നമ്മളിപ്പം what ഉണ്ട്, where, when ഒക്കെ നോക്കി. പക്ഷേ റൈറ്റർ പറയുന്നത് why ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. കാരണം അത് ഇൻട്രോഗേറ്റീവ് അഡ്വർബും റിലേറ്റീവ് അഡ്വർബും ആയിട്ട് ഒരേ സമയത്ത് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ് why. So next we'll move in detail with why. Why did you quarrel with him? നീ എന്തിനാണ് അവനായിട്ട് വഴക്കുണ്ടാക്കിയത്? I asked you why you quarreled with him. ഞാൻ ചോദിക്കുവാണ് എന്തിനാണ്. The reason why I quarreled with him is that nobody else would quarrel with me. See, ഇതിൽ ഫസ്റ്റ് വൺ why is an interrogative adverbിനെ എയിലും ബിയിലും why ആക്ട് ചെയ്യുന്നത് ഒരു അഡ്വർബിൻ്റെ പോർഷനാണ്. Why did you quarrel with him? I asked you why you quarrel with him. പക്ഷേ അനദർ ഫോം ഉണ്ട്. സിയിൽ നിങ്ങൾ കണ്ടല്ലോ കണക്റ്റീവായിട്ടാണ്. ദ റീസൺ എന്താണ് കാരണം, why I quarreled with him. So here it is actually acting as a connecting adverb. അതുകൊണ്ട് സി ഈസ് എ റിലേറ്റീവ് അഡ്വർബാണ്. ഇനി അടുത്തത് ദ വൈ പ്ലസ് ഇൻഫിനിറ്റീവ് കൺസ്ട്രക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കിയേ. വൈ ആർഗ്യൂ വിത്ത് ഹിം, ഹീ വിൽ നോട്ട് ബി കൺവിൻസ്ഡ്. നീ എന്തിനാണ് വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്, അവൻ കൺവിൻസ്ഡ് ആവില്ല. അവിടെ നോക്കിയൊരു ബേസ് ഫോമിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി സജസ്റ്റ് ദാറ്റ് ദ ആക്ഷൻ ഈസ് അൺനെസസറി. ഇനി വൈ എന്നുള്ളതിൻ്റെ പല വകഭേദങ്ങളാണ്. വൈ എന്നുള്ളത് നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനുണ്ട്. അടുത്ത പോയിന്റ് നോക്കിയാൽ നെക്സ്റ്റ് ഈസ് ഹൂ, ഹും, ഹൂസ്. ഇത് മൂന്നും പല രീതിയിൽ ഉപയോഗിക്കാം. ഹൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഹു ആർ യു എന്നൊക്കെ ചോദിക്കുന്നത്. ഹും എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് ഫോമാണ്. ഹും ഡു യു ലൈക്ക്, ആരെയാണ് നിനക്കിഷ്ടം. നിനക്ക് എന്നുള്ളത് സബ്ജക്റ്റാണ്, ആരെയാണ് ഇഷ്ടം എന്നുള്ളത് വെർബാണ്, ആരെയാണ് എന്നുള്ളത് ഹുമാണ്. അപ്പോൾ ഹും എന്നുള്ളത് കൂടുതലായിട്ട് ഒരു ഒബ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹൂസ് ആണെങ്കിലോ, ഹൂസ് പെൻ ഈസ് ദിസ്, ഇതാരുടെയാണ്. അപ്പോൾ എന്താണ്,
അത് കുറച്ചുകൂടി ഒരു പൊസസീവ് ഫോമായി. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ ഹൂ ഡെവലപ്പ് ചെയ്ത് വരാം. ഹൂ ആർ യു, whom do you want to see, അല്ലെങ്കിൽ who do you want to see, I want to see the boy who punched on me on the face. See here in A, who is an interrogative pronoun. എയിൽ എന്താണ്, ഡയറക്റ്റ് ആണ്, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് who വന്നിരിക്കുന്നത്. അടുത്ത നോക്കിയാൽ ബിയിൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് പ്രോനൗൺ, ഒരു ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹും. ഹുമ്മിന് പകരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ് ഇവിടെ ഹും എന്നുള്ളത്. പിന്നെ ഇനി ഹും ഈസ് നെസസറി ഫോർ പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ടു ഹും, കണ്ടോ ടു എന്നുള്ള പ്രിപ്പോസിഷൻ കണ്ടാണെങ്കിൽ ടു ഹൂ എന്നൊന്നും ഉപയോഗിക്കുന്നതിന് നല്ലത് ടു ഹും എന്നാണ്. ടു ഹൂ ഡിഡ് യു അഡ്രസ് എന്നുള്ളത് മാറ്റി ടു ഹും ഡിഡ് യു അഡ്രസ് ദ ലെറ്റർ എന്ന് പറയുന്നതാണ് ഏറ്റവും ആക്യുറേറ്റ് ഫോം. അപ്പോൾ അങ്ങനെയാണ് വൈയും ഹൂവും വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഹൗ ഈസ് ദ മോസ്റ്റ്, ദ ലെസ് ഫോമലാണ് ഹൂ എന്നുള്ളത്. ഇനി ഹൗ ഈസ് ദ മോസ്റ്റ് ഇൻട്രോഗേറ്റീവ് അഡ്വർബ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻട്രോഗേറ്റീവ് അഡ്വർബാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കൺജങ്ഷനായിട്ട് യൂസ് ചെയ്യാം. നോക്കിയാൽ എങ്ങനെയാണെന്ന്, ഹൗ ഡിഡ് ദ ഫങ്ഷൻ ഗോ, അത് അഡ്വർബാണ്. എങ്ങനെയാണ് ഫങ്ഷൻ പോയത്, നന്നായിട്ട് പോയോ. ഇനി ജോയിനിങ് വേർഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ നോക്കിയേ, ഷീ ടോൾഡ് മീ ഹൗ ഷീ മാനേജ്, അവൾ എന്നോട് പറഞ്ഞു എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്തതെന്നുള്ളത്. സോ ഹിയർ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ കൺജങ്ഷൻ, കണക്റ്റിംഗ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി വെൻ ആണ് ഇനി യൂസ് ചെയ്യുന്നത്. അതിലും ഈ പറഞ്ഞിരിക്കുന്ന മാക്ബത്തിലെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. മാക്ബത്തിൽ ഒരു സീനുണ്ട്. മാക്ബത്ത് ഈ കിങ് ഡങ്കനെ കൊന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് 3 മന്ത്രവാദിനികളെ കാണുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ് ഈ വെൻ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വിച്ച്, ആദ്യത്തെ വിച്ച് ആസ്റ്റ് വെൻ വിൽ ദേ മീറ്റ്, എപ്പോഴാണ് ഇനി കാണുന്നത്. അപ്പോൾ വെൻ ഷാൽ വി ത്രീ, നമ്മൾ 3 പേര് ഇനി എപ്പോഴാണ് വീണ്ടും കാണുന്നത്. സെക്കൻഡ്, രണ്ടാമത്തെ വിച്ച് പറഞ്ഞു ദേ വിൽ മീറ്റ് വെൻ ദ ബാറ്റിൽ ഈസ് ലോസ്റ്റ്, ബാറ്റിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത് കഴിയുമ്പം അവർ തമ്മിൽ കാണും. ദെയർ ആർ മൊമെൻറ്റ്സ് ഇൻ മാക്ബത്ത് ലൈഫ് വെൻ ഹി റിഗ്രറ്റ്സ് ദ കോഴ്സ് ഹി ഹാസ് ചോസൺ, അതായത് ചില സമയത്ത് മാക്ബത്ത് താൻ ചെയ്തതിനെ ഓർത്ത് വിലപിച്ചിട്ടുണ്ടെന്ന്. സോ ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കി. എയിൽ കൺജങ്ഷനാണ്. ഫസ്റ്റ് വിച്ച് ആസ്ക് വെൻ വിൽ ദേ മീറ്റ് അഗെയിൻ, അപ്പോൾ ഇതൊരു കണക്റ്റിംഗ് ആണ്. ബിയിൽ എന്താണ്, ഇൻട്രോഗേറ്റീവ് അഡ്വർബാണ്. സി വെൻ ഷാൽ ക്വസ്റ്റ്യനിങ് പോലെയാണല്ലോ. സിയിൽ നോക്കി, സിയിൽ അതെന്ന് പറയുന്നത് അഡ്വർബ് ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. വെൻ ദ ബാറ്റിൽ ഈസ് ലോസ്റ്റ് ആൻഡ് വോൺ, എപ്പോഴാണോ ബാറ്റിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഡിയിലോ അഡ്ജക്റ്റീവ് ക്ലോസിനെ വെൻ ഹി റിഗ്രറ്റ്സ് ദ കോഴ്സ് ഹി ഹാസ് ചോസൺ, അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ളത്. ഐ വിൽ മൂവ് ഓൺ ടു ദ എക്സസൈസ് സെഷൻ. ഡു യു നോ വെയർ ജോൺ വാസ് ബോൺ? ദിസ് ഈസ് ദ ഹൗസ് വെയർ ജോൺ വാസ് ബോൺ. സി ഈ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതേണ്ടത്. 2 ഓപ്ഷൻസ് ആണുള്ളത്, നിങ്ങൾ കണ്ടല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു നോ, നിനക്കറിയാമോ, എന്താണ് അറിയാമെന്ന് ചോദിക്കുന്നത്. വെയർ ജോൺ വാസ് ബോൺ. ഇനി ദിസ് ഈസ് ദ ഹൗസ് വെയർ ജോൺ വാസ് ബോൺ. അപ്പോൾ ഈ ഒരു 2 കാറ്റഗറീസാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറയുമ്പം അതൊരു എന്താണ് ഇൻട്രോഗേറ്റീവ് ഫോമിലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് വൺ പറയുന്നത് നമ്മളൊരു കണക്റ്റിംഗ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്, കൺജങ്ഷനായിട്ടാണ് വരുന്നത്. പക്ഷേ അടുത്തത് വന്ന് നോക്കിയേ, അടുത്തത് നമ്മൾ യൂസ് ചെയ്യുമ്പം അതൊരു അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ടാണ് വരുന്നത്. സി ദിസ് ഈസ് ദ ഹൗസ്, അതൊരു നൗണാണ്, നൗൺ ക്ലോസിനെ കണക്ട് ചെയ്യുന്ന വേർഡായിട്ടാണ് വരുന്നത്. ദിസ് ഈസ് ദ ഹൗസ് വെയർ ജോൺ വാസ് ബോൺ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് കണ്ടുപിടിച്ചിട്ട് സെൻറ്റൻസസിൽ യൂസ് ചെയ്യാനാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ യൂസ് ഓഫ് വെയർ ഈ സെൻറ്റൻസ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഐ ഡു നോട്ട് നോ ഹൗ ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്. വാട്ട് ഈസ് ദ ഗ്രമാറ്റിക്കൽ ഫങ്ഷൻ ഓഫ് ഹൗ ഇൻ ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസിൽ ഹൗവിൻ്റെ യൂസേജ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഐ ഡു നോട്ട് നോ ഐ ഡു നോട്ട് നോ ഹൗ ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ്. ഇവിടെ നമുക്ക് ഈസിയാണ്. എങ്ങനെയാണ് ഈ പ്രോബ്ലം പരിഹരിക്കുന്നത്, എന്താണ് അറിയത്തില്ലാത്തത്, എങ്ങനെയാണെന്നുള്ളത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എ
പ്രോനൗൺ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നോബഡി സീംസ് ടു നോ വാട്ട് ഹി ഹാസ് ഇൻ മൈൻഡ്. വാട്ട് ഒപ്പീനിയൻ ഡു യു ഹോൾഡ് ഇൻ ദിസ് മാറ്റർ? ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദ യൂസ് ഓഫ് വാട്ട്. വോട്ടിൻ്റെ യൂസേജസ് ആണ് ഇതിനകത്ത് നമ്മളവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോട്ടിൻ്റെ യൂസേജസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ നോബഡി നോസ് എന്നുള്ള രീതിയിൽ വരുമ്പം വാട്ട് ഹി ഹാസ് ഇൻ മൈൻഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ആ ഫോം യൂസ് ചെയ്തിരിക്കുന്നത് പ്രോനൗൺ ആയിട്ട് തന്നെയാണ്. എന്താണ് അവൻ്റെ മനസ്സിൽ നിന്ന് ആർക്കും അറിയില്ല. സോ ദിറ്റ് ഈസ് ആക്ച്വലി ആക്ട് ആസ് എ നോ പ്രോനൗൺ. ഇനി വിച്ച് ഈസ് ജോൺസ് ഫേവറേറ്റ് കളർ? ഐ ഡു നോട്ട് നോ വിച്ച് കളർ ഹീ ലൈക്സ് ദ ബെസ്റ്റ്. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഈ രണ്ട് വിച്ച് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് എളുപ്പമാണ്. ഫസ്റ്റ് വൺ ഈസ് വിച്ച് ഈസ്, ഏതാണ്. അപ്പോൾ അത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്. വിച്ച് ഈസ് ജോൺസ് ഫേവറേറ്റ്സ് കളർ. ഐ ഡു നോട്ട് നോ വിച്ച് കളർ എന്ന് പറയുമ്പം എനിക്കറിയില്ല വിച്ച് കളർ എന്ന് പറയുമ്പോൾ എന്താണ്, റിലേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ കണക്റ്റിംഗ് വേർഡ് റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ് അഡ്വർബ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് കമ്പോസ് എ ഷോർട്ട് കോൺവെർസേഷൻ. നമ്മൾ ഈ പറയുന്ന വേർഡ്സ് എല്ലാം വെച്ചിട്ട് നിങ്ങളോടൊരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു ഹാവ് ടു റീഡ് ദ ടെക്സ്റ്റ്, underline the important points, and you have to mark the important points. Try to write the answers and notes തരാം, പ്ലസ് നിങ്ങൾ ആൻസേഴ്സ് എഴുതാനും നോക്കണം. താങ്ക് യു.